ഇന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു വെക്റ്റർ ഫീൽഡ് തന്നിട്ട് അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡൈവേർജൻസ്, ഇപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമുക്ക് തന്നിരിക്കും. അതെന്ന് പറയുന്നത് ഇപ്പം v1i പ്ലസ് v2j പ്ലസ് v3k ആയിരിക്കും. ഈ ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ട് ഇതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈവേർജൻസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് മീനിങ് ഡൈവേർജൻസ് ഓഫ് വി എന്നാണ്, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് വി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോ v1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ v2 ബൈ ഡോ വൈ പ്ലസ് ഡോ v3 ബൈ ഡോ ഇസഡ്. ഈ v1 v2 v3 എന്ന് പറയുന്നത്, v1 എന്ന് പറയുന്നത് ith കമ്പോണൻ്റ് ആണ്, v2 എന്ന് പറയുന്നത് jth കമ്പോണൻ്റ് ആണ്, v3 എന്ന് പറയുന്നത് kth കമ്പോണൻറ്റും ആണ്. എന്നിട്ട് ഈ ഡോ v1 ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡോ എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോ എന്ന് പറയുന്നത്. അപ്പോൾ v1നെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡോ v2 ബൈ ഡോ വൈ മീൻസ് v2നെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എന്താ ചെയ്യുന്നത്? വൈ കൊണ്ട് പാർഷ്യലി ഡെറിവേറ്റീവ് കാണുന്നു. ദെൻ ഡോ v3 ബൈ ഡോ ഇസഡ് എന്ന് വെച്ചാൽ v3യെ വിത്ത് റെസ്പെക്റ്റ് ടു ഇസഡ് കൊണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നു, എന്നിട്ട് 3ഉം കൂടി ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡൈവേർജൻസ് ഓഫ് വി കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അതിന് മുമ്പായിട്ട് നമുക്കൊരു നോട്ടുണ്ട്. നോട്ടിൽ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു വെക്റ്റർ വി എന്ന് പറയുന്നതിനെ സോളിനോയിഡൽ അല്ലെങ്കിൽ ഇൻകംപ്രസബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഡൈവേർജൻസ് 0 ആവുന്ന കേസിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വെക്റ്റർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുക ഇത് സോളിനോയിഡ് ആണോ അല്ലെങ്കിൽ ഇൻകംപ്രസബിൾ ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. അത് 0 കിട്ടുകയാണെങ്കിൽ നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത് സോളിനോയിഡൽ അല്ലെങ്കിൽ ഇൻകംപ്രസബിൾ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ലാപ്ലേസ് ഇക്വേഷനാണ്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പം ഡെൽ എഫ് കണ്ടുപിടിക്കുന്നതൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഡെൽ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാപ്ലേസ് ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഡൈവേർജൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ഡൈവേർജൻസ് ഓഫ് എഫ് ഫോർ എഫ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് മൈനസ് ഇസഡ് റേസ് ടു 4i പ്ലസ് 4x റേസ് ടു 5 വൈ സ്ക്വയർ ഇസഡ് ജെ മൈനസ് വൈ റേസ് ടു 4 ഇസഡ് റേസ് ടു 6k. അപ്പോൾ നമുക്ക് എഫ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2022 നവംബറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? എഫ്. അതായത് നമ്മൾ ഡൈവേർജൻസ് ഓഫ് എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ വൈ ക്യൂബ് മൈനസ് ഇസഡ് റേസ് ടു 4i പ്ലസ് 4x റേസ് ടു 5 വൈ സ്ക്വയർ ഇസഡ് ജെ മൈനസ് വൈ റേസ് ടു 4 ഇസഡ് റേസ് ടു 6k. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എഫ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആദ്യം ith കമ്പോണൻറ്റ്, jth കമ്പോണൻറ്റ്, kth കമ്പോണൻറ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം ith കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ വൈ ക്യൂബ് മൈനസ് ഇസഡ് റേസ് ടു എന്താണ്? 4 ആണ്. അതായത് നമുക്ക് F1 എന്ന് സൂചിപ്പിക്കാം. നേരത്തെ നമ്മൾ വി ആയിരുന്നു, ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ
പറഞ്ഞിരുന്നത്. ആ വിയുടെ സ്ഥാനത്ത് ആര് വന്നു? എഫ് വന്നു എന്നുള്ളൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ F1 എന്ന് പറയുന്നത് നമ്മുടെ ഐയുടെ കമ്പോണൻ്റായ x² y³ - z⁴ ആണ്. F2 എന്താ? നമ്മുടെ jth കമ്പോണൻ്റായ 4x⁵ y² ആണ്. F3 എന്താണ്? അതാ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് നമ്മൾ മറക്കാൻ പാടില്ല. -y⁴ z⁴ ആണ്. അപ്പോൾ നമുക്ക് 3 കിട്ടി അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഡൈവേർജൻസ് ഓഫ് എഫ് ആണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ∂/∂x ഓഫ് F1, V1ൻ്റെ സ്ഥാനത്ത് F1 വന്നു, ∂/∂y ഓഫ് F2 പ്ലസ് ∂/∂z ഓഫ് എന്ത്? F3. ഇതാണ് നമ്മുടെ ഡൈവേർജൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ വേണം. ∂/∂x ഓഫ് F1 വേണം, ∂/∂y ഓഫ് F2 വേണം, ∂/∂z ഓഫ് F3 വേണം. അപ്പോൾ ഇത് 3 നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ∂F1/∂x ആണ് വേണ്ടത്. അതായത് ∂/∂x ഓഫ് F1 എന്ന് പറയുന്നത് എന്തായിരുന്നു? x² y³ - z⁴ ആണ്. അപ്പോൾ x² y³ - z⁴ ഇത് കണ്ടുപിടിക്കണം. ഇത് സാധാ ഡെറിവേറ്റീവ് അല്ല. എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവാണ്. സാധാ ഡെറിവേറ്റീവ് പോലെ തന്നെയാണ്, പക്ഷേ പാർഷ്യൽ ഡെറിവേറ്റീവിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്റ്റ് ടു എക്സിനെയാണ് നമ്മൾ പാർഷ്യലി ഡെറിവേറ്റീവ് കാണുന്നത്. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ ആൾക്കാരുണ്ട്, വൈയുടെ ആൾക്കാരുണ്ട്, ഇസഡിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പം നമ്മുടെ എക്സ് ഒഴിച്ച് വിത്ത് റെസ്പെക്റ്റ് ടു ആരാണോ ചെയ്യുന്നത്, ഇവിടെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പം എക്സ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയബിൾസും അവിടെ എന്താണ്? കോൺസ്റ്റൻറ്റുകളാണ്. ഓക്കെ, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ∂/∂x ഓഫ് x² y³ - ∂/∂x ഓഫ് z⁴ എന്ന് എഴുതാമല്ലോ. ഈ ∂/∂x ഈ 2 ആൾക്കാർക്കും കൂടി കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ നോക്കിയാൽ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യുമ്പം എക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ ഇവിടെ വൈയുടെ കമ്പോണൻ്റായ y³ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് വെളിയിലെടുക്കാം. ബാക്കി ∂/∂x ഓഫ് x² എന്ന് വരും. ഓക്കെ, മൈനസ് ഇവിടെ നോക്കിക്കേ, ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇസഡിൻ്റെ ആൾ മാത്രമേ ഉള്ളൂ, വേറെ എക്സ് ഇല്ല, വൈ ഇല്ല, ഒന്നും തന്നെ ഇല്ല. അതേപോലെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആകുമ്പോൾ എക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. പക്ഷേ ഇവിടെ എക്സിൻ്റെ ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇസഡിൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റാണ്. അപ്പോൾ z⁴ ഒരു കോൺസ്റ്റൻ്റാണ്. എക്സിൻ്റെ ആൾക്കാർ ഇല്ലതാനും. അപ്പം ഈ z⁴ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പോൾ അവിടെ 0 വരിക. ഇവിടെ വരുമ്പോൾ എന്ത് വരും? y³ ഇൻറ്റു ∂/∂x ഓഫ് x². x²ൻ്റെ ഡെറിവേറ്റീവ് നമുക്കെല്ലാം അറിയാം, 2x - 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് 2x y³ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ∂F1/∂x നമുക്ക് കിട്ടിയല്ലോ. ഇനി അടുത്തത് ∂F2/∂x, അതായത് ∂/∂x ഓഫ് F2 കണ്ടുപിടിക്കണം. അതിനെ എങ്ങനെ എഴുതാം? ∂/∂x ഓഫ് F2 എന്ന് പറയുന്നത് എന്താ? 4x⁵ y². 4x⁵ ആണ് നമ്മുടെ F2. അപ്പം ഇവിടെ y അല്ലേ? y ആണേ. അപ്പം ∂/∂y ഓഫ് F2 ആണ് ചെയ്യേണ്ടത്. ഇതുപോലെ തെറ്റിപ്പോവരുത്. ഫസ്റ്റ് ∂/∂x ഓഫ് F1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ∂/∂y ഓഫ് F2 ആണ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യാം? നമുക്കിതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ നോക്കിക്കുക, വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ ആൾക്കാരെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്തായിരിക്കും? അവിടെ കോൺസ്റ്റൻറ്റുകളായിരിക്കും. അതായത് എക്സും ഇസഡും എല്ലാം തന്നെ അവിടെ എന്തായിരിക്കും വരിക? കോൺസ്റ്റൻ്റ് ആയിരിക്കും വരിക.
ഇവിടെ ഒരു ഇസഡ് കൂടിയുണ്ട് കേട്ടോ, ഇസഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ എങ്ങനെ വരും, നമ്മുടെ വൈ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കോൺസ്റ്റൻ്റ്, അതായത് 4 കോൺസ്റ്റൻ്റാ, x⁵5 കോൺസ്റ്റൻ്റാ, അതുപോലെ ഇസഡ് കോൺസ്റ്റൻ്റാ. പിന്നുള്ളത് ∂/∂y ഓഫ് y² മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4x⁵5 ഇൻറ്റു y² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 2y എന്ന് വരും. അതായത് 8x⁵5y എന്ന് നമുക്ക് കിട്ടും. അതായത് ∂/∂y ഓഫ് F2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 8x⁵5y z എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ∂F3/∂z നമുക്ക് കണ്ടുപിടിക്കണം. അതെന്ത് വരും, ∂/∂z ഓഫ് F3 എന്ന് പറയുന്നത് എന്തായിരുന്നു, -y⁴z⁴ -y⁴z⁴ ആണ് വരിക. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്റ്റ് ടു ഇസഡ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിത്ത് റെസ്പെക്റ്റ് ടു ഇസഡ് ചെയ്യുമ്പോൾ ഇസഡ് ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ കോൺസ്റ്റൻ്റ്, അതായത് -y⁴ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തെടുത്തു ∂/∂z ഓഫ് z⁴ എന്ന് വരും. ദാറ്റ് ഈസ് -y⁴ ഇൻറ്റു ∂/∂z ഓഫ് z⁴ എന്താ, അതായത് z⁴ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, 6z⁻⁻⁻, അതായത് 6z⁵5 അല്ലേ വരിക, 6z⁵5 വരും. അതായത് -6y⁴z⁵5 എന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പം നമുക്ക് 3 ആൾക്കാരെയും കിട്ടി. ∂F1/∂x കിട്ടി, ∂/∂y ഓഫ് F2 കിട്ടി, ∂/∂z ഓഫ് F3യും കിട്ടി. അപ്പം നമ്മുടെ ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ∂/∂x ഓഫ് F1 പ്ലസ് ∂/∂y ഓഫ് F2 പ്ലസ് ∂/∂z ഓഫ് F3 ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഓരോന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ∂/∂x ഓഫ് F1 എന്ന് പറയുന്നത് 2xy³ ആണ്. 2xy³ പ്ലസ് ∂/∂y ഓഫ് F2 എന്ന് പറയുന്നത് എന്ത് കിട്ടി, 8x⁵5yz 8x⁵5yz എന്ന് കിട്ടി. നെക്സ്റ്റ് ∂/∂z ഓഫ് F3 എന്ന് പറയുന്നത് എന്ത് കിട്ടി, -6y⁴z⁵5 എന്ന് കിട്ടി. -6y⁴z⁵5 നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഡൈവേർജൻസ് ഓഫ് എഫ് കണ്ടുപിടിച്ചു. അപ്പോൾ ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന വെക്ടർ നോക്കുക, അതിൻ്റെ ith jth kth കമ്പോണൻറ്റ് കണ്ടുപിടിച്ച് എഴുതുക. എന്നിട്ട് ith കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് കൊണ്ട് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. jth കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. kth കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു ഇസഡ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. 3ഉം കൂടെ ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, ഡൈവേർജൻസ് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് കേളാണ്. കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. അപ്പോൾ കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കേൾ കണ്ടുപിടിക്കാനൊരു ഇക്വേഷനുണ്ട്. അതായത് വി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫംഗ്ഷനാണ്. ആ വിയെ നമുക്ക് എങ്ങനെ എഴുതാം, v1i പ്ലസ് v2j പ്ലസ് v3k എന്നുള്ളൊരു വെക്റ്റർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. v1 എന്ന് പറയുന്നത് ith കമ്പോണൻറ്റ്, v2 jth കമ്പോണൻറ്റ്, v3 kth കമ്പോണൻറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ കേൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കേൾ വി അല്ലെങ്കിൽ ഡെൽ ക്രോസ് വി ആണ്. നമ്മൾ കേൾ വിയെ എങ്ങനെയാണ് വിളിക്കുക, ഡെൽ ക്രോസ് വി. എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഡിറ്റർമിനൻറ്റ്, നമ്മൾ മെട്രിക്സ് ഒക്കെ പഠിച്ചപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അഥവാ നിങ്ങളത് മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി പറയും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ, ദെൻ ഐയുടെ താഴെയായിട്ട് ∂/∂x എഴുതുന്നു, ജെയുടെ താഴെ ∂/∂y എഴുതുന്നു, കെയുടെ താഴെ ∂/∂z എഴുതുന്നു. നെക്സ്റ്റ് എന്താ, v1 v2
V3 എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ താഴെ എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കേൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിനൻറ്റ് ഓഫ് IJK, ദെൻ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ദെൻ അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് V1 അറിയാം, V2 V3 നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. അതിൻ്റെ എല്ലാം കൂടെ ഡിറ്റർമിനൻ്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിനൊരു നോട്ടുണ്ട്. അതായത് V എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇറൊട്ടേഷണൽ ആണ് എങ്കിൽ, എപ്പോഴാണ് ഒരു V എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഇറൊട്ടേഷണൽ ആവുന്നത്, അതിൻ്റെ കേള് 0 ആകുമ്പോഴാണ്. അപ്പം നിങ്ങളോടൊരു V എന്ന് പറയുന്ന ഒരു വെക്റ്റർ തന്നിട്ട് അത് ഇറൊട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കേള് കണ്ടുപിടിച്ചിട്ട് അത് 0യോട് ഈക്വലായിട്ട് കിട്ടുന്നുണ്ടെന്ന് കാണിച്ചാൽ അതെന്തായി മാറി, ഇറൊട്ടേഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ നോട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, find curl f for f is equal to 6xi 2y minus y square j plus 6z minus x square k. നമുക്കൊരു എന്താണ് വെക്റ്റർ തന്നിട്ടുണ്ട്, 6xi പ്ലസ് 2y മൈനസ് വൈ സ്ക്വയർ ജെ തന്നിട്ടുണ്ട്, പ്ലസ് 6z മൈനസ് എക്സ് ക്യൂബ് കെ. അപ്പം നമുക്കൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും, ith കമ്പോണൻറ്റ്, jth കമ്പോണൻറ്റ്, kth കമ്പോണൻറ്റ് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് F ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് F1 എന്ന് വിളിക്കാം. F1 എന്ന് പറയുന്ന ith കമ്പോണൻ്റായ 6x ആണ്. നെക്സ്റ്റ് F2 എന്ന് പറയുന്നത് എന്താണ്, jth കമ്പോണൻ്റായ 2y മൈനസ് വൈ സ്ക്വയർ ആണ്. F3 എന്ന് പറയുന്നത് kth കമ്പോണൻ്റായ 6z മൈനസ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ 3 നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കേൾ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അഥവാ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനൻറ്റ് IJK എഴുതുന്നു. നെക്സ്റ്റ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡും എഴുതുന്നു. ഇനി ഇവിടെ F1 ആണ് എഴുതുന്നത്, അതായത് 6x. ഇത് F2 എഴുതുന്നു, 2y മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ഇവിടെ F3 എഴുതുന്നു, 6z മൈനസ് എക്സ് ക്യൂബ് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കേൾ എഫ് ഇപ്പോൾ എഴുതിയത് ഒന്നും കൂടി ഒന്ന് എടുത്തെഴുതാം. IJK ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, 6x 2y മൈനസ് വൈ സ്ക്വയർ 6z മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ ഇത്ര. ഇനി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ, നമ്മൾ +2 പഠിച്ചതാണ്. ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു, ഈ I എടുക്കുന്നു. I എടുത്തു. എന്നിട്ട് ഈ Iയുടെ നേരെ താഴെ കോളം, അതേപോലെ ഈ Iയുടെ റോയും നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്യുന്നു. അതായത് ഈ താഴോട്ടുള്ള ഇതും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഇതിനെ ഡിറ്റർമിനൻ്റ് രൂപത്തിൽ എഴുതുന്നു. ബാക്കിയുള്ളത് എന്താ, ഈ 4 ആൾക്കാരാണ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, 2y മൈനസ് വൈ സ്ക്വയർ, 6z മൈനസ് എക്സ് ക്യൂബ് അതെഴുതുന്നു. ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, 2y മൈനസ് വൈ സ്ക്വയർ, 6z മൈനസ് എക്സ് ക്യൂബ്. ഇങ്ങനെ ഡിറ്റർമിനൻ്റായി ഇതൊരു 2/2 മെട്രിക്സ് പോലെ എഴുതുന്നു. അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഈ Iയുടെ മുന്നിലായിട്ട് പ്ലസ് ചിഹ്നമാണ് അല്ലേ. അപ്പം നെക്സ്റ്റ് നമ്മൾ മൈനസ് ആണ്, ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് എന്നാണ് പോകുന്നത്. മൈനസ്. ഇനി ജെയുടെ ആൾക്കാരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണു, ജെയുടെ താഴെയുള്ള ഈ ഒരു കോളവും ഈ ഒരു റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി എടുക്കുന്നു. അപ്പോൾ ഈ ഒരു കോളം ഈ ഒരു റോയും എലിമിനേറ്റ് ചെയ്താൽ ഇവിടെ ഉള്ളത് ഡോ ബൈ ഡോ എക്സാണ്, ഇത് ഡോ ബൈ ഡോ ഇസഡാണ്. ദെൻ അതിന് താഴെയുള്ളത് ഇവിടെ 6x ആണ്, ഇവിടെ 6z മൈനസ് എക്സ് ക്യൂബാണ്. ഓക്കെ, അതെഴുതി. ഇനി ജെയുടെ മുന്നിൽ മൈനസ് ആയിരുന്നു, അപ്പം നെക്സ്റ്റ്
പ്ലസ് ആ വരുന്നത്, പ്ലസ് കെ വരുന്നു. ഇതേപോലെ തന്നെ കെയുടെ താഴെയുള്ള കോളവും കെയുടെ ഈ ഒരു റോയും എലിമിനേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 4 ആൾക്കാർ ഏതാ? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ. പിന്നെ താഴെയുള്ളത് 6x പിന്നെ ഏതാ നോക്കിയേ 2y മൈനസ് വൈ സ്ക്വയറും. ഓക്കെ, ഇനി എഴുതി. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? ഐ ഇൻറ്റു ഇവിടെ നോക്കിയേ, ഈ ഒരു മെട്രിക്സ് 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിയേ, ഡോ ബൈ ഡോ വൈ ഓഫ് 6z മൈനസ് x³ എടുക്കുക. ഇങ്ങനെ ഡയഗണലി എടുക്കുക. ഡോ ബൈ ഡോ വൈ ഓഫ് 6z മൈനസ് x³ മൈനസ് ദെൻ ഇങ്ങനെ എടുക്കുക. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എന്ത് വരും? 2y മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മൈനസ് ജെ ഇൻറ്റു ജെയുടെ ആൾക്കാർ എങ്ങനെ വരും? ഇതേപോലെ ഡയഗണലി നോക്കുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് 6z മൈനസ് x³ മൈനസ് ഇങ്ങോട്ട് നോക്കുക. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എന്താ 6x ഇങ്ങനെ വരും. പ്ലസ് കെയുടെ ആൾക്കാരെ എടുക്കാനായിട്ട് പോവാണ്. ഇങ്ങോട്ട് ഡയഗണലി ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y മൈനസ് വൈ സ്ക്വയർ മൈനസ് ഇങ്ങോട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് എന്താ 6x. ഇനി നമുക്കിതങ്ങ് ചെയ്താൽ മാത്രം മതി. അതെന്ത് വരും? ഐ ഇൻറ്റു നോക്കിക്കേ, ഡോ ബൈ ഡോ വൈ ഓഫ് 6z എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വൈ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ കോൺസ്റ്റൻറ്റാണ്. 6ഉം കോൺസ്റ്റൻറ്റാണ്, ഇസഡും കോൺസ്റ്റൻറ്റാണ്. പക്ഷെ അവിടെ വൈയുടെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ 6z എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റായി മാറും. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ഇനി മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് x³ വരും അല്ലേ? ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു വൈ ആ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ x³ കോൺസ്റ്റൻറ്റാണ്. വൈയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഈ x³ ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അഗെയിൻ 0 വരും. മൈനസ് ദെൻ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2y എന്ന് പറയുന്നതും എന്ത് തന്നെ വരും? 0 തന്നെ വരും. കാരണം എന്തായി? ഈ 2 ഒരു കോൺസ്റ്റൻറ്റാണ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുന്നതുകൊണ്ട് ഈ y ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ മൊത്തത്തിൽ 2y കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എന്ത് വരും? വൈ സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് അല്ല ചെയ്യുന്നത്. അവിടെ വൈയുടെ ആൾക്കാർ കോൺസ്റ്റൻറ്റാണ്. വൈ സ്ക്വയർ എന്ന് പറയുന്നതും കോൺസ്റ്റൻറ്റാണ്. ഇസഡിൻ്റെ ആൾക്കാരൊന്നും ഇല്ല. സോ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 എന്ന് വരും. ഓക്കെ, ഇനി മൈനസ് ജെ ഇൻറ്റു ഇവിടെ നോക്കിയേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് 6z വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ചെയ്യുന്നത്. ഈ 6ഉം ഇസഡും അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റാണ്. എക്സിൻ്റെ ആൾക്കാരൊന്നും ഇല്ലല്ലോ 6z. അപ്പോൾ 6z ഒരു കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x³ അവിടെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² ആണ്. അത് വന്നു. മൈനസ് നോക്കിയേ, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 6x. 6ഉം കോൺസ്റ്റൻറ്റാണ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആയതുകൊണ്ട് എക്സും കോൺസ്റ്റൻറ്റ്. മൊത്തത്തിൽ 6x കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 വന്നു. ഓക്കെ, ഇനി പ്ലസ് കെ ഇൻറ്റു കെയുടെ ആൾക്കാരെ നോക്കാം. എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y. 2 കോൺസ്റ്റൻറ്റാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് വൈയും കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ 2y കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 വരും. ദെൻ മൈനസ് അതേപോലെ കൊടുത്തു. ഇനി വൈ സ്ക്വയർ. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വൈ കോൺസ്റ്റൻ്റ്. അപ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 വരും.
ദെൻ മൈനസ് അതേപോലെ തന്നെ കൊടുത്തു. നെക്സ്റ്റ് ഡോ ബൈ ഡോ വൈ ഓഫ് 6x. 6 ഒരു കോൺസ്റ്റൻറ്റാണ്, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്നതുകൊണ്ട് x കോൺസ്റ്റൻറ്റാണ്. അപ്പം മൊത്തത്തിൽ 6x കോൺസ്റ്റൻ്റാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. അപ്പം ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ i ഇൻറ്റു 0 മൈനസ് 0 0 വരും, മൈനസ് 0 മൈനസ് 0 0 വരും. അതായത് 0i എന്നാണ് ഇവിടെ വരിക. പിന്നെ ഇവിടെ ഒരു മൈനസ് ചിഹ്നമുണ്ട്. ജെയുടെ നോക്കിയേ, ജെയുടെ എന്തായിരിക്കും വരിക? ജെ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു 0 മൈനസ് 3x². അപ്പം മൈനസ് 3x² എന്ന് വരും. മൈനസ് 0 ഉണ്ട്, അത് കൂട്ടണ്ടല്ലോ. പ്ലസ് കെ ഇൻറ്റു നോക്കിയേ ഇവിടെ മൊത്തം 0 അപ്പം കെ ഇൻറ്റു 0 തന്നെയാണ് വരിക. അപ്പം എങ്ങനെ വരും? 0i ദെൻ മൈനസ് ജെ ഇൻറ്റു മൈനസ് 3x² പ്ലസ് 0k എന്ന് വരും. അതായത് 0i, ഈ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി, പ്ലസ് 3x² ജെ പ്ലസ് 0k എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കേള് എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കിട്ടി. അപ്പം കേൾ എഫ് കണ്ടുപിടിക്കുന്ന കുറച്ച് ലെങ്തിയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് വെക്റ്റർ തരും, അതിൽ നിന്ന് ith കമ്പോണൻറ്റ്, jth കമ്പോണൻറ്റ്, kth കമ്പോണൻറ്റ് എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഈ ഡിറ്റർമിനൻറ്റ് ഫോമിലേക്ക് എഴുതുക. എന്നിട്ട് സാധാ നമ്മൾ മെട്രിക്സിൻ്റെ ഒക്കെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ കണ്ടുപിടിക്കുക. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പം വിത്ത് റെസ്പെക്റ്റ് ടു എന്താണോ അതൊഴിച്ച് ബാക്കി വേരിയബിൾസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണോ എന്നും ശ്രദ്ധിക്കുക. അപ്പം ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് കേൾ ആർ ഇസ് ഈക്വൽ ടു 0. 2 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫസ്റ്റ് നമുക്ക് എന്താ കാണിക്കണ്ടേ? കേൾ ആർ എന്ന് പറയുന്നത് 0 ആണെന്ന് കാണിക്കണം. ഫസ്റ്റ് നമ്മൾ ആർ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. അപ്പം നമുക്ക് ആർ എന്താണെന്ന് വേണം. അപ്പം നമ്മൾ ജസ്റ്റ് എടുക്കുന്നു, ആർ എന്ന് പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk ആണെന്ന് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കേൾ ആർ കണ്ടുപിടിക്കണം. കേൾ ആറ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഡിറ്റർമിനൻ്റ് ഐ ജെ കെ എഴുതുന്നു. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഇനി ith കമ്പോണൻറ്റ് ഇവിടെ എക്സ് അല്ലേ, അതിവിടെ വരും. jth കമ്പോണൻറ്റ് വൈ ഇവിടെ വരും. kth കമ്പോണൻ്റ് ഐ ഇസഡ് ഇവിടെ വരും. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു? ഐയുടെ ആൾക്കാരെ എടുക്കുന്നു. അപ്പോൾ ഐ ഇൻറ്റു ഐയുടെ താഴെയുള്ളതും സൈഡിലുള്ളതും ഒഴിച്ച് ബാക്കി 4 പേര് ആരൊക്കെയാണ്? ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, ഇതും 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 വരും, വൈ ഇസഡ് വരും. അപ്പോൾ ഐ കഴിഞ്ഞു. നെക്സ്റ്റ് മൈനസ് ജെ, ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസാണ് വരുന്നത്. അപ്പോൾ ജെയുടെ താഴോട്ടുള്ളതും റോയും കോളവും നമ്മൾ പോവും, ഇതും പോവും ഇതും പോകും. ബാക്കിയുള്ളത് ആരാ? ഈ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ ഇസഡ്, എക്സ് ഇസഡും. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ ഇസഡ്, എക്സ് ഇസഡും വരും. നെക്സ്റ്റ് പ്ലസ് കെ അല്ലേ വരിക. അപ്പോൾ കെയുടെ താഴോട്ടുള്ള ആളുകളും ഇതും എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, എക്സ് വൈ. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, എക്സ് വൈ എന്ന് വരും. ഓക്കെ, ഇനി എന്താ വരിക? ഓക്കെ, ഐ ഇൻറ്റു ഇതിൻ്റേത് എന്ത് വരും? ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് എന്ന് വരും. മൈനസ് ഇത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ എന്ന് വരും. മൈനസ് ജെ ഇൻറ്റു എങ്ങനെ വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് എന്ന് വരും. പ്ലസ് കെ ഇൻറ്റു എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ മൈനസ് ഇതെന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഓക്കെ, ഇവിടെ ഐ ഇൻറ്റു തന്നെയാണ്. ഡോ ബൈ ഡോ
വൈ ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആ ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് കോൺസ്റ്റൻ്റ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ഇവിടെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ആ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആ ചെയ്യുന്നത്. വൈ കോൺസ്റ്റൻ്റ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 വരും. മൈനസ് ജെ ഇൻറ്റു നോക്കിയാൽ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് എന്ത് വരും? എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇസഡ് കോൺസ്റ്റൻ്റ്, അവിടെ 0 വരും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ 0 മൈനസ് 0 0 അല്ലേ വരിക. പ്ലസ് കെ ഇൻറ്റു എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ ആൾക്കാർ എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ 0 മൈനസ് 0 0 വരും. അപ്പോൾ മൊത്തത്തിൽ എന്താ വന്നേ? 0 മൈനസ് 0 ആയി, അതായത് 0 ആയി പ്ലസ് 0 ജെ പ്ലസ് 0 കെ എന്ന് തന്നെ കിട്ടിയില്ലേ? 0 i പ്ലസ് 0 ജെ പ്ലസ് 0 കെ എന്ന് തന്നെ നമുക്ക് കിട്ടി. അതായത് കേൾ ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഒരു 0 വെക്ടറാണ് കിട്ടിയത്. ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. താങ്ക് യു.